പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ മധ്യസ്ഥൻ എന്നതാണ്. വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയുടെ പിതാവ് വലിയ കടബാധ്യതകൾ കുടുംബത്തിൽ അവശേഷിപ്പിച്ചാണ് മരിച്ചത്. ഇറ്റലിയിൽ 1603 ജനിച്ച ജോസഫ് പഠനത്തിലും കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലും വളരെ പിന്നോക്കമായിരുന്നു. സ്വന്തം അമ്മ പോലും അവനെ കഴിവില്ലാത്തവനായി പുറന്തള്ളി. ഒരു സന്യാസ സഭയിൽ ചേർന്നെങ്കിലും പുറത്താക്കപ്പെട്ടു. പിന്നീട് ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്ന് വിശുദ്ധനായ വൈദികനായി തീർന്നു. വെളിപാടുകളും അസാധാരണ ആത്മീയ അനുഭവങ്ങളും കുപ്പർത്തീനോയിൽ പ്രകടമായതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി താമസിപ്പിച്ചു. അവിടെയും വളരെയധികം വേദനകൾ നേരിടേണ്ടി വന്നു. 60-ാമത്തെ വയസ്സിലായിരുന്നു മരണം. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ. മാറ്റി നിർത്തപ്പെടുമ്പോഴും പിന്തള്ളപ്പെടുമ്പോഴും വിശുദ്ധ കുപ്പർത്തീനോയുടെ മാധ്യസ്ഥം പ്രത്യേക സഹായമായി ഭവിക്കാറുണ്ട്. ജൂൺ 16-നാണ് വിശുദ്ധന്റെ തിരുനാൾ. വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഇപ്രകാരമാണ്: തിരസ്കരിക്കപ്പെട്ടപ്പോഴും മാറ്റി നിർത്തപ്പെട്ടപ്പോഴും ദൈവത്തിൽ അടിയുറച്ച് ആശ്രയിച്ച് വിശുദ്ധിയിൽ ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിച്ച വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ ക്ഷമയോടെ നേരിടാൻ ഞങ്ങളെ സഹായിക്കണമേ. ഭയവും സംശയവും കൂടാതെ പരീക്ഷയിൽ ഉത്തരങ്ങൾ എഴുതാനും പഠിച്ചവ ഓർമ്മിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാനും ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കാനും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവിക ശക്തിയാലും അറിവിനാലും ഞങ്ങളെ നിറയ്ക്കാൻ കൂടെ ഉണ്ടാകണമേ. പഠിക്കുമ്പോഴും പരീക്ഷാ സമയത്തും ഞങ്ങളുടെ ബുദ്ധിയെ തെളിമയുള്ളതും ഗ്രഹിക്കാൻ ശക്തിയുള്ളതുമാക്കി തീർക്കാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. വചനം ഇപ്രകാരം പറയുന്നു: നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവൻ അത് ലഭിക്കും. മറ്റൊരു പ്രാർത്ഥന ഇപ്രകാരമാണ്: ചെറുപ്പകാലത്ത് പഠന സംബന്ധമായ ധാരാളം പ്രതിസന്ധികളെയും വിഷമതകളെയും അതിജീവിക്കേണ്ടി വന്ന വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയെ അത്ഭുതകരമായ ജ്ഞാനത്താൽ നിറച്ച് വെളിപാടുകളിലൂടെ വഴി നടത്തി സഭയിൽ പ്രശോഭിക്കുന്ന താരവും വിശുദ്ധിയുടെ നിറകുടവുമാക്കി മാറ്റിയ നല്ല ദൈവമേ, എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തെയും മാതാപിതാക്കളെയും അധ്യാപകരെയും അനുഗ്രഹിക്കണമേ. സർവോപരി ദൈവിക ജ്ഞാനത്താൽ നിറയുന്നതിനും അതിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിനും എനിക്ക് കൃപ നൽകണമേ. വിദ്യാർത്ഥികളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ കേട്ടരുളണമേ. ആമേൻ. ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്. നമുക്ക് പഠിക്കാൻ കഴിവില്ലാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയുടെ മധ്യസ്ഥം തേടുന്നത് നല്ലതായിരിക്കും. പഠിക്കാൻ ഇപ്പൊ കഴിവില്ല എന്നോർത്ത് പരീക്ഷയ്ക്ക് നമ്മൾ പരാജയപ്പെടുമെന്ന് ചിന്തിക്കാതെ വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയുടെ മധ്യസ്ഥ ശക്തി നമ്മൾ തേടുന്നത് വളരെ നല്ലതാണ്. പരീക്ഷ വിദ്യാർത്ഥികൾക്ക് വരികയാണല്ലോ. അപ്പൊ പരീക്ഷ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്: അതില് ജയവും തോൽവിയും ഉണ്ടല്ലോ. അതിനാണല്ലോ പരീക്ഷ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു തവണ പരീക്ഷയെ തോറ്റു എന്ന് ഓർത്ത് ആത്മഹത്യ ചെയ്യുന്ന പല പിള്ളേരെയും കണ്ടിട്ടുണ്ട്. ഇത് ഒരിക്കലും ശരിയല്ല. പരീക്ഷയില് ഒരു തവണ തോറ്റു, അല്ലെങ്കിൽ 2 തവണ തോറ്റു, 3 തവണ തോറ്റു എന്ന് ഓർത്ത് ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു പരീക്ഷ എഴുതി തോറ്റു കഴിഞ്ഞാൽ നന്നായിട്ട് പരിശ്രമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയുടെ മധ്യസ്ഥം തേടി 2ാമത്തെ പരീക്ഷയ്ക്ക് നന്നായിട്ട് ഒരുങ്ങണം.
അമേരിക്കൻ പ്രസിഡന്റായി തീർന്ന എബ്രഹാം ലിങ്കൺ അനേക തോൽവികളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആദ്യം തോറ്റപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്തായിരുന്നെങ്കിൽ ഒരു കാരണവശാലും എബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ പ്രസിഡന്റായി തീരുകയില്ലായിരുന്നു. അതുപോലെ തന്നെ പഠനത്തില് വളരെ പിന്നോക്കമായിരുന്ന വ്യക്തിയായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ പരിശ്രമം കൊണ്ടും ദൈവസഹായത്താലും പിന്നീട് വലിയ ശാസ്ത്രജ്ഞനായി നമ്മൾ അറിയുന്നുണ്ടല്ലോ. ഇതുപോലെ പഠിക്കാൻ ചെറുപ്പത്തില് ബുദ്ധിമുട്ടിയിരുന്ന പലരും പിൽക്കാലത്ത് മഹാന്മാരായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് പരീക്ഷ ഒന്നിന് നമ്മുടെ ജീവിതത്തിലെ ഒരു ചെറിയൊരു കാര്യം മാത്രമാണ് പരീക്ഷ എന്ന് പറയുന്നത്. അല്ല, പരീക്ഷയ്ക്ക് നമ്മൾ തോറ്റു എന്നും പറഞ്ഞ ഉടനെ ആത്മഹത്യ ഒരു കാരണവശാലും ചെയ്യരുത്. നമ്മൾ +1 +2 ഒക്കെ ആണോ ജീവിതം, അതിൽ തോറ്റാലും ജയിച്ചാലും നമുക്ക് പിന്നീട് നല്ലൊരു ഭാവി ഉണ്ട് എന്ന് ഓർക്കുക. അതുകൊണ്ട് പരീക്ഷയ്ക്ക് നമ്മൾ നന്നായിട്ട് പഠിക്കുക, അന്നെന്നുള്ളത് അന്നന്ന് പഠിക്കുക. എന്നിട്ട് നമ്മൾ ദൈവസഹായം എപ്പോഴും തേടണം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവെ ഞങ്ങളെ പഠിക്കാൻ സഹായിക്കണം. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ഓരോ ഉത്തരങ്ങളും ഞങ്ങൾക്ക് ഓർമ്മിപ്പിച്ച് തന്നെ എന്ന് പരീക്ഷയുടെ മുന്നം പ്രാർത്ഥിക്കണം. അതുപോലെ നന്നായിട്ട് പഠിച്ച് നമ്മൾ മാക്സിമം അധ്വാനിച്ച് നമുക്ക് പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ ശ്രമിക്കാം. പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഒരു തോൽവി ജയം എന്തു വന്നാലും അത് ഉറപ്പായും സ്വീകരിക്കണം. തോൽവി ജയത്തിന്റെ മുന്നോടിയാണ് എന്ന് പറയാറുണ്ടല്ലോ. തോൽക്കാത്തവരായി ഇന്നേ വരെ ആരും ഉണ്ടായിട്ടില്ല. ഒന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഒന്ന് തോറ്റിട്ടുണ്ടാവും, അല്ലെങ്കിൽ പരീക്ഷയിൽ തോറ്റിട്ടുണ്ടാവും. അങ്ങനെ തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത്. അല്ല, ഒരു തവണ തോറ്റു എന്ന് കരുതി ആത്മഹത്യ ഒരു കാരണവശാലും വിദ്യാർത്ഥികൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് പ്രേമം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇപ്പൊ പ്രേമം എന്ന് പറയുന്ന ഒരു സർവ്വസാധാരണമാണ്. പ്രേമത്തില് വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ഒരിക്കലും ഒരു ശരിയായ കാര്യമല്ല. ഒരു പ്രേമം പരാജയപ്പെട്ടു എന്ന് കരുതി ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല. കാരണം ഇപ്പോഴുള്ള ചെറുപ്പത്തിലുള്ള 10ലും +1 +2 പ്രേമമൊന്നും വിവാഹത്തിലെത്തുമെന്ന് ഒരു കാരണവശാലും നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ പ്രേമം പരാജയപ്പെട്ടു എന്ന് കരുതി ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. വർഷങ്ങളായിട്ട് ചെറുപ്പക്കാരായ 2 പേര് പ്രേമത്തിലായിരുന്നു. അങ്ങനെ വർഷങ്ങൾ അവർ പ്രേമിച്ചു. 2-3 കൊല്ലം അവർ പ്രേമത്തിലായിരുന്നു. അങ്ങനെ പ്രേമിച്ചു കഴിഞ്ഞിട്ട് അവസാനം ആ പെണ്ണ് ആ വിദ്യാർത്ഥിയോട് പറഞ്ഞു, ഞാൻ ഒരു കാരണവശാലും നിന്നെ കല്യാണം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ വിദ്യാർത്ഥി ഉടനെ വീട്ടില് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. ഈ വിദ്യാർത്ഥിയുടെ ശവസംസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ നാട്ടുകാരനായ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, അവൻ ഒരു പെണ്ണിന് വേണ്ടിയാണല്ലോ മരിച്ചത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യണം, അവനെ നമുക്ക് പ്രാർത്ഥിച്ച് ഒന്ന് വീണ്ടും ജീവിപ്പിക്കണം, എന്നിട്ട് അവനെ ഒന്നോടെ തല്ലിക്കൊല്ലണം എന്നാണ് ആ ചേട്ടൻ എന്നോട് പറഞ്ഞത്. അത് ആ ചേട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്: ഒരു പെണ്ണിന് വേണ്ടി ഒരാണ് മരിച്ചു എന്ന് പറയുമ്പോൾ അത് ഒരു വിഡ്ഢിത്തമാണ് എന്നാണ് ആ ചേട്ടൻ ഉദ്ദേശിച്ചത്. ഇതുപോലെ തന്നെ പ്രേമത്തില് നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് അമിത പ്രാധാന്യം കൊടുത്ത് നമ്മൾ ഭാവിയിൽ വിവാഹം കഴിക്കും എന്നോർത്ത് മുന്നോട്ട് പോയാൽ നമുക്ക് ദുഃഖമായിരിക്കും ഫലം. ശരിയായ രീതി എന്ന് പറയുന്നത് പ്രായപൂർത്തിയാകുമ്പോൾ ഒരു പെണ്ണിനെ തെരഞ്ഞെടുത്ത് വിവാഹം കഴിക്കുന്നതാണ് ശരിയായ രീതി. അതാണ് ശരിയായ ജീവിതവും. പിന്നെ പ്രേമിച്ച് നടക്കുന്ന കാലത്ത് നമ്മൾ ചെറുക്കനെ പ്രേമിക്കുന്ന ഒരു പെണ്ണിന് ആ ചെറുക്കൻ വളരെ നല്ലതാണ്, സൽസ്വഭാവിയാണ് എല്ലാം തോന്നും. അത് ആ പ്രായത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അല്ലാതെ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പ്രേമിച്ചവര് ഭാവിയിൽ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഉടനെ തന്നെ ബന്ധം വേർപെടുത്തുന്ന പല സംഭവങ്ങളും നിങ്ങളും കേട്ടിരിക്കും. അതുകൊണ്ട് ചെറുപ്പത്തിലുള്ള പ്രേമം എന്ന് പറയുന്നത് അതിന് ഒരു അമിത പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് പഠിക്കാനുള്ള സമയത്ത് നമ്മൾ പഠിക്കുകയും വിവാഹം കഴിക്കാൻ സമയമാകുമ്പോൾ വിവാഹത്തിൽ പ്രവേശിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കുകയാണ് ശരിയായ രീതി. അതുകൊണ്ട് ഇത് കേട്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പരീക്ഷയിൽ തോറ്റാലും ഒരു കാരണവശാലും നമ്മൾ ആത്മഹത്യ ചെയ്യരുത്. അതുപോലെ തന്നെ പ്രേമത്തില് പരാജയപ്പെട്ടാലും ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യരുത്. അതായത് ഒരു പരീക്ഷയോ അല്ലെങ്കിൽ ഒരു പ്രേമോ ഒന്നുമല്ല നമ്മുടെ ജീവിതം.
നമുക്ക് 100 വയസ്സ് വരെയെങ്കിലും ദൈവസഹായത്താൽ ജീവിക്കാനുള്ളതാണ്. അതുകൊണ്ട് ചെറുപ്പത്തില് കൗമാരത്തിൽ വരുന്ന പ്രേമത്തിനോ പരീക്ഷയുടെ പരാജയത്തിനോ ഒരിക്കലും ഒരു വിഷമം വിചാരിച്ച് നമ്മൾ ആത്മഹത്യ ചെയ്യരുത്. നമ്മുടെ ഈ +1 +2 ഉള്ള പരീക്ഷയൊന്നുമല്ല നമ്മുടെ ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പ്രേമത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ തന്നെ കല്യാണം കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് അങ്ങനെ വിചാരിച്ച് അമിത പ്രാധാന്യം ഇതിനൊന്നും കൊടുക്കാതിരിക്കുക. ഇനി ഏതെങ്കിലും പ്രേമത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ശരിയായ ഒരു തീരുമാനം എടുക്കുക. അതുകൊണ്ട് പരീക്ഷയ്ക്ക് എഴുതുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയുടെ മധ്യസ്ഥം നിങ്ങൾ തേടുക. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവെ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, എനിക്ക് പരീക്ഷയ്ക്ക് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് തന്നെ ഉത്തരങ്ങളൊക്കെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പോയി എഴുതുക. പിന്നെ എന്ത് സംഭവിച്ചാലും അത് ദൈവ തീരുമാനമായി കണക്കാക്കി ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് അത് നന്ദിപൂർവ്വം സ്വീകരിക്കുക. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.